മുച്ചിരി ലൈവ് നോക്കി അവനെ കസറിലിരുന്നു. ഒരു 10 മിനിറ്റ് നീ ലൈവ് നോക്ക്. മുച്ചിരി നോക്കിക്കോളൂ ഇന്നത്തെ ലൈവ്. ഇനി ഇവിടെ കമന്റിൽ ആൾക്കാർ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർക്ക് ഞങ്ങളിവിടെ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് ലൈവ് അതങ്ങനെ പറയല്ലടാ, അങ്ങനെ പറയല്ലോ ഉച്ചിരി. നീ എന്തിനാ കൈ മുഖത്ത് വെക്കുന്നേ? എടാ ഞാൻ കാര്യപ്പെട്ട ഉച്ചിരി നിന്നെ ഭയങ്കര ഗ്ലാമറാ കാണാൻ. നീ ഇൻസെക്യൂർ ആവല്ലേ, നിന്നെ ഒടുക്കത്തെ ലുക്കാ. ചെറുക്കനൊന്ന് മോട്ടിവേറ്റ് ചെയ്തേ. ആരോട്ട് നോക്കാതെ കമന്റ് ഇവിടെ ഉണ്ടോ? അന്നം കറിക്കോ നീ അവിടെ ലൈവ് നോക്കാൻ 10 മിനിറ്റ് ലൈവുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ബാംഗ്ലൂർ പരിപാടി? പറ. കിടിലം. ബാംഗ്ലൂർ പരിപാടി കിടിലമായിരുന്നു. കിടിലറ അത് പറ, അവരോട് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ ആളുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പാട്ട് കിടിലായിരുന്നു. പിന്നെ വേറെന്ത് പറയണ്ടേ? ആ പരിപാടിയെ കുറിച്ച് പറ. പരിപാടി അടിപൊളി. പരിപാടി എന്ന് പറയുമ്പോൾ കിടിലായിരുന്നു. പിന്നെന്താന്ന് പറയുന്നത്, ഞാന് 2 തവണ അടിയിട്ടിട്ടൊന്ന് കരുന്നായിരുന്നു. അത്ര സംഭവം എന്താന്ന് വെച്ചാൽ ബർത്ത്ഡേ അടിച്ചു. അതിന് ഇവനായിരുന്നു കയ്പ്പ്. ഞാൻ ഒന്നും പറയില്ല. ഈഗിൾ അനിയനാണ്. പിന്നെ അത് മാത്രമേ പറയുള്ളൂ. ആണല്ലേ? അത് മാത്രമേ പറയുള്ളൂ. ഇത് ഒരു 10,222 പേര്. ഇപ്പം 1000 ആവും. ഞാൻ തന്നെ ഇവന്മാർക്കൊക്കെ ഈ ലൈറ്റ് അധികമായി. എനിക്കാണ് ഈ ലൈറ്റ് എന്നെ കാണട്ടെ. ഇവന്മാർക്കൊക്കെ ഈ ലൈറ്റ് ഭയങ്കര ഇതാണ്ടാ. ഞാൻ ലൈറ്റ് കുറച്ച് തരാം കേട്ടോ. കുറച്ച് അണ്ണ ഇങ്ങനെ എന്നെ ഇരുത്തല. വേറെ അതിൽ ഇരുത്തണം. അപ്പൊ ഞാൻ എന്നാ പിന്നെ നിർത്തണതായിരിക്കും നല്ലത്. ഇത് എല്ലാവർക്കും ഭയങ്കര അധികം കേട്ടോ ഈ ലൈറ്റ്. ആട് ബ്രോ എല്ലായിടത്തും ഒന്ന് പറയണമെങ്കിൽ പറഞ്ഞോ. കല്യാണം എല്ലാവരും ബ്ലസ് ചെയ്ത് കിട്ടും ഒന്ന് പറഞ്ഞോ. കല്യാണ സംഭാവന ഉണ്ടെങ്കിൽ എന്റെ UPID അയച്ചോ, ഞാൻ കൊടുത്തോളാം. ഓക്കെ, എൻ്റെ കല്യാണമാണ് March 2. എല്ലാവരും അറിഞ്ഞു കാണും. മറ്റന്നാൾ എല്ലാവരും വരിക. വേറെ എന്താ പറയാ, അത്രേ മതി. എന്റെ പുള്ളി കേട്ടിട്ടുണ്ടോ? ലൊക്കേഷനോ? ലൊക്കേഷൻ ഒന്നും പറഞ്ഞില്ല. ലൊക്കേഷൻ പറഞ്ഞാൽ അവിടെ ഒരു 10,000 പേർക്ക് ഫുഡ് കൊടുക്കണം. അത് കൊടുക്കാന്ന് വരും വേണ്ട. എല്ലാരും വാങ്ങട്ടെ ഗൈസ്. ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടുന്നേലും ഒക്കെ കിട്ടും. അവൻ പറഞ്ഞു തരും. 10 ആൾക്കാർ വരട്ടെ. അതാ ഓ എല്ലാരും ഹാപ്പി മാരീഡ് ലൈഫ് പറയാനുണ്ടേ. അപ്പാപ്പ എന്തേലും പറഞ്ഞ അപ്പാപ്പ വൈൻഡപ്പ് ചെയ്യാ അപ്പാപ്പ.
ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ആ അപ്പൊ അതിന്റെ ആരും വിഷമിക്കണ്ട. പോകുന്നതിന്റെ മുന്നേ ബ്രാവോ ഗെയിമിംഗ് എന്നൊരു ചാനലുണ്ട്. എല്ലാത്തവർക്ക് ആ വഴിയൊക്കെ അത് പോവാം കേട്ടോ വല്ലപ്പോഴും. അല്ല അവര് സബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൽ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഇടണ്ടേ, കണ്ടന്റോ ലൈവോ. അത് ന്യായമായ കാര്യം. അതാണ് പ്രശ്നം. കണ്ടാ മതി. അതാണ് പ്രശ്നം, അവിടെ ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ പറ എന്തെങ്കിലും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യ്. ചന്ദ്രൻ വരുവോ? നീ അറിഞ്ഞൂടാ ഗൈസ്, ഇവർക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇന്ന് എല്ലാ അമ്മമാരും ഇവിടെ കയറി വന്നതാണ്. മുച്ചിരിയെ വിളിക്കണ, മുച്ചിരി അവിടെ നിന്ന് കുനിഞ്ഞിരുന്നേ ഇരിക്കുന്നതാ. അവന് നാണമാണ്, അവന് നാണമാ ഭയങ്കര. എന്ത് ചെയ്യാൻ പറ്റും, അവന് ഭയങ്കര നാണമാ. സ്നൈപ്പിനെ വിളിക്കാം. സ്നൈപ്പ് എന്തിനാ? സ്നൈപ്പേ റെഗുലർ സ്ട്രീമർ ആയിരുന്നു, സത്യം. എന്നിട്ട് ഞാൻ മുടക്കിയില്ല, ഞാൻ വന്നത് അതുകൊണ്ടാ. കണ്ടാ, നിങ്ങൾക്ക് വേണ്ടി സ്ട്രീം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി. എന്റെ എല്ലാം നിങ്ങൾക്ക് രണ്ടാം റാക്കിട്ട് പോയാലോടാ. അങ്ങനല്ല, ചുമ്മാ വന്നതാ. ഒമേഗിളടാ, ഞാൻ ഒമേഗിൾ കയറാറില്ലെന്ന് അറിയാലോടാ. ഞാൻ ഒമേഗിൾ കയറത്തില്ല, എനിക്ക് ഇഷ്ടമല്ല ഒമേഗിൾ കയറണേ. ആരാ സ്നൈപ്പ് എസ്കേപ്പ് ആർപി നടത്തിയ അവിടെ ഗ്രൂപ്പ് ഒമേഗിളോ? എടാ ഒമേഗിളിൽ ഞാൻ കയറാറില്ലടാ അങ്ങനെ. എനിക്ക് ഭയങ്കര മടിയാ ഒമേഗിൾ കയറാൻ. ഇല്ല എടാ, ആടുപുറമൊക്കെ പോസ്റ്റല്ലേ പുള്ളി ഇത് പറഞ്ഞിട്ട് പോകണ്ടേ. ഇനി എല്ലാവർക്കും ഫുഡ് മേടിക്കണ്ടേ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ പോകും? അതാണ് പ്രശ്നം. ഗൈസ്, എന്നാ നിർത്തട്ടെ, ഞാൻ പോസ്റ്റ് ആക്കണില്ല വെറുതെ. നിങ്ങളെല്ലാവരും ഇവിടെ പോസ്റ്റ് ആക്കണില്ല.